മെയ് 3 വെള്ളിയാഴ്ച വിശുദ്ധരായ ഫിലിപ്പിൻ്റെയും ജെയിംസിൻ്റെയും തിരുനാൾ. യോഹന്നാൻ 14 അധ്യായം 6 മുതൽ 14 വരെ വാക്യങ്ങൾ. ഇന്ന് തിരുസഭ അപ്പോസ്തലന്മാരായ ഫിലിപ്പോസിൻ്റെയും ജെയിംസിൻ്റെയും തിരുനാൾ ആഘോഷിക്കുന്നു. യേശുവിൻ്റെ സഹോദരനായ ജെയിംസിൽ നിന്ന് വേർതിരിച്ചറിയാൻ ചിലപ്പോൾ ജെയിംസ് ദ ലെസ് എന്ന് വിളിക്കപ്പെടുന്ന അൽഫേയുസിൻ്റെ മകൻ ജെയിംസ് അത്ര അറിയപ്പെടാത്ത ഒരു ശിഷ്യനാണ്. യേശുവിൻ്റെ ശുശ്രൂഷയിലുടനീളം യാത്ര ചെയ്യാൻ തിരഞ്ഞെടുത്ത 12 പേരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് യാക്കോബ് സാക്ഷ്യം വഹിച്ചതായി വിശുദ്ധ പൗലോസിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു. ശിഷ്യനാകാൻ യേശു ആദ്യം തിരഞ്ഞെടുത്തവരിൽ ഒരാളാണ് ഫിലിപ്പോസ്. ഫിലിപ്പോസ് നഥാനിയലിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നതായി നമുക്കറിയാം. ഗ്രീക്കുകാരും ഫിലിപ്പോസിൻ്റെ അടുക്കൽ വന്ന്, സർ, ഞങ്ങൾക്ക് യേശുവിനെ കാണണം എന്ന് പറഞ്ഞു. അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകത്തിൽ ഫിലിപ്പോസ് ശമരിയായിൽ ക്രിസ്തുവിൻ്റെ സുവാർത്ത പ്രചരിപ്പിക്കാൻ പോയതായി നാം മനസ്സിലാക്കുന്നു. എത്യോപ്യയിൽ നിന്നുള്ള ഒരു നപുംസകനെയും അദ്ദേഹം സുവിശേഷവൽക്കരിക്കുകയും മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെടുകയും പാർശ്വവൽക്കരിക്കപ്പെടുകയും ചെയ്തവർക്ക് സഭയും അതിൻ്റെ സുവിശേഷവും കൂദാശകളും തുറന്നുകൊടുത്ത വ്യക്തിയാണ് ഫിലിപ്പോസ്. എന്നാൽ യേശുവിൻ്റെ മറ്റ് ശിഷ്യന്മാരെ പോലെ ഫിലിപ്പോസിനും ജെയിംസിനും യേശു യഥാർത്ഥത്തിൽ ആരാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമായിരുന്നു. ഫിലിപ്പോസ് ഒരു അടയാളം ആവശ്യപ്പെട്ടു. അതിൽ യേശു വളരെ അമർഷം പ്രകടിപ്പിച്ചു. വളരെ കാലമായി തന്നോടൊപ്പം ഉണ്ടായിരുന്നു, എന്നിട്ടും അവൻ ഇപ്പോഴും പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല എന്ന് യേശു അവനെ കുറ്റപ്പെടുത്തുന്നതായി കാണാം. ഇത്രയും കാലം ഒരുമിച്ച് കഴിഞ്ഞിട്ടും ഫിലിപ്പോസിനും മറ്റ് ശിഷ്യന്മാർക്കും താൻ ആരാണെന്ന് മനസ്സിലായില്ല എന്ന് യേശുവിന് അറിയാമായിരുന്നു. ഇനി അവർക്ക് എന്ത് അടയാളമാണ് കൊടുക്കുക? യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം ശിഷ്യന്മാർ യേശുവിനെ തങ്ങളുടെ മധ്യത്തിൽ കാണുവാൻ തുടങ്ങിയപ്പോഴാണ് അവർ യേശുവിൻ്റെ വാക്കുകളും പ്രവൃത്തികളും ഓർക്കുകയും അവയുടെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തത്. യേശുവിൻ്റെ രൂപാന്തരം അവർ നേരിൽ കണ്ടു. അവരുടെ ജീവിതം പുതിയതായി. ഞാനാണ് വഴിയും സത്യവും ജീവനെന്ന് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് അവർ പതുക്കെ മനസ്സിലാക്കാൻ തുടങ്ങി. യേശുവിൻ്റെ നല്ല പ്രവൃത്തികൾ ശിഷ്യന്മാരും ചെയ്യാൻ തുടങ്ങി. അവൻ്റെ വഴി പിന്തുടരുകയും യേശു ചെയ്തതിലും വലിയ അത്ഭുതങ്ങൾ ചെയ്യുകയും ചെയ്തു. എല്ലാറ്റിനും ഉപരിയായി അവർ ലോകമെമ്പാടും ക്രിസ്തുവിൻ്റെ സുവാർത്ത പ്രചരിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിലും പ്രത്യാശയിലും ജീവിക്കാൻ വേണ്ട അനുഗ്രഹത്തിനായി ഇന്ന് നമുക്ക് യേശുവിനോട് അപേക്ഷിക്കാം. എല്ലാറ്റിനും ഉപരിയായി നമുക്ക് ആവശ്യമായതെല്ലാം നമുക്ക് സമ്മാനിക്കുമെന്ന് വിശ്വസിക്കാം. യേശു എല്ലാ ദിവസവും ഓരോ നിമിഷവും നമ്മോടൊപ്പമുണ്ട്. നമ്മെ ശക്തിപ്പെടുത്തുകയും കൃപ നൽകുകയും ചെയ്യുന്നു.
എന്നിരുന്നാലും നാം ഉണർന്നിരിക്കുകയും അവൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ജാഗ്രത പുലർത്തുകയും വേണം. അല്ലെങ്കിൽ യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് ഇല്ലാതാകും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.